കൂട്ടുകാരെ, ഏറെ കൗതുകം നിറഞ്ഞ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ജേണലിൽ കണ്ടത് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ജയ്പൂരിലെ ജലോറയിൽ ഒരു 70കൾ പിന്നിട്ടൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ 10ാം ക്ലാസ് പരീക്ഷ പാസ്സായി എന്നുള്ളൊരു കാര്യമാണ് വളരെ കൗതുകത്തോടു കൂടി ഞാൻ വായിച്ചത്. നമുക്കറിയാം, നമ്മളൊക്കെ നമ്മുടെ ഒരു ഏജൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ 10th കഴിഞ്ഞ പ്രായം ഒരു 15-16 വയസ്സാകുമ്പോൾ 10th കഴിഞ്ഞ് നമ്മൾ 18 വയസ്സാകും +2 കഴിയുന്ന സമയമാണ് അല്ലേ. എന്നാൽ ജയ്പൂർ ജലോറയിലെ ഈ വ്യക്തി തൻ്റെ 56ാമത്തെ അറ്റംപ്റ്റിലാണ് 10ാം ക്ലാസ് പരീക്ഷ പാസ്സായത്. 1962 അദ്ദേഹം ആദ്യമായിട്ട് 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ തോറ്റു. തൊട്ടടുത്ത സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ പോയി, ആ പരീക്ഷയും തോറ്റു. ഈ തോറ്റ സമയത്ത് കൂട്ടുകാരൊക്കെ കളിയാക്കി, നീ ഒരിക്കൽ ജയിക്കാൻ പോകുന്നില്ല. അങ്ങനെ ജയിക്കാൻ പോകുന്നില്ല എന്ന് കളിയാക്കിയ സമയത്ത് അദ്ദേഹം ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തു. ഞാൻ എന്ത് വില കൊടുത്തും 10ാം ക്ലാസ് പാസ്സാവും. ഹുക്കുംദാസ് എന്ന ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ ഒരു പരീക്ഷ തോറ്റുകൊണ്ടേയിരിക്കുന്ന സമയത്ത് 4th ഗ്രേഡ് സെർവൻ്റായിട്ട് സർക്കാർ ജോലി പ്രവേശിച്ചു. വർഷങ്ങളോളം ജോലി ചെയ്തു. ഈ വർഷങ്ങളെല്ലാം തന്നെ അദ്ദേഹം 10ാം ക്ലാസ് പരീക്ഷ പാസ്സാവാനുള്ള അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം 48 അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന ബോർഡിൽ അദ്ദേഹത്തിന് പരീക്ഷ പാസ്സാൻ കഴിയില്ല എന്ന് മനസ്സിലായി. തൊട്ടടുത്ത വർഷം അദ്ദേഹം ഒരു ഓപ്പൺ ബോർഡ് എക്സാമിലേക്ക് വീണ്ടും പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി മാറ്റി. അങ്ങനെ ആ ഓപ്പൺ ബോർഡ് എക്സാമിൽ പരീക്ഷകൾ എഴുതിക്കൊണ്ടേയിരുന്ന് അവസാനം അദ്ദേഹം 2019 തൻ്റെ 10ാം ക്ലാസ് പരീക്ഷ പാസ്സായി. അന്ന് അദ്ദേഹം 70കൾ പിന്നിട്ട് കഴിഞ്ഞ പ്രായമാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാവും, ഹുക്കുംദാസ് എന്നെ കൂട്ടുകാരെല്ലാം കളിയാക്കിയപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ വാശിയുള്ളൂ 10ാം ക്ലാസ് പാസ്സാവുക എന്നുള്ളത്. അതിന് ഒരുപാട് വഴികൾ തേടി അദ്ദേഹം 10ാം ക്ലാസ് പാസ്സായി. ഇപ്പോൾ 2021-22 വർഷത്തിൽ +2 പരീക്ഷ എഴുതാനുള്ള പ്രിപ്പറേഷനിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളൊക്കെ ഇന്ന് സ്കൂളിംഗ് എല്ലാം കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വളരെ രസകരമായ ഒരു കാര്യമാണത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ സ്കൂളിംഗ് ലൈഫിൽ നമ്മൾ 10ാം ക്ലാസ് പരീക്ഷയുടെ അല്ലെങ്കിൽ 10ാം ക്ലാസ് പരീക്ഷയൊക്കെ 15ാമത്തെ വയസ്സിലൊക്കെ പാസ്സാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിഡ് ടേം എക്സാമോ ഇൻ്റേണൽ എക്സാമോ നടക്കുന്ന സമയത്ത് ഒരു പരീക്ഷയ്ക്ക് മാർക്ക് പറയുമ്പോഴൊക്കെ തളർന്നു പോകുന്ന ആൾക്കാരാണ് നമ്മൾ, അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ 15ാമത്തെ വയസ്സിൽ അന്ന് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ ആളാണ്, അന്ന് തോറ്റു. പിന്നീട് ഒരു തോൽവിയല്ല, 2 അല്ല 3 അല്ല 55 തവണ അദ്ദേഹം തോറ്റു. 56ാമത്തെ തവണയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ആ പരീക്ഷ വിജയിക്കുന്നത്. ഇത് നമുക്ക് വലിയൊരു പാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും പല രീതിയിലുള്ള തോൽവികൾ നമുക്ക് മുന്നിലേക്ക് വരും. ആ സമയത്ത് തളർന്ന് തോറ്റല്ലോ എന്ന നിരാശയോട് കൂടി ഇരിക്കുന്നതിന് പകരം നമ്മൾ അതിന് വിജയിക്കാനുള്ള ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ കൊണ്ട് സാധിക്കുമോ? നിരന്തരമായിക്കൊണ്ട് നമ്മളൊരു എൻട്രൻസ് എക്സാമിന് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം +2യുടെ കൂടെ എൻട്രൻസ് എഴുതി. ആ എൻട്രൻസ് നമുക്ക് JEE ആവട്ടെ അല്ലെങ്കിൽ NEET ആവട്ടെ നമുക്ക് കിട്ടിയില്ല. നമ്മൾ റിപ്പീറ്റ് ചെയ്തു, കിട്ടിയില്ല. റിപ്പീറ്റ് ചെയ്തു, കിട്ടിയില്ല. 3 വർഷം ഓൾറെഡി നഷ്ടപ്പെട്ടു. വീണ്ടും റിപ്പീറ്റ് ചെയ്തു, കിട്ടിയില്ല. 4 വർഷം നഷ്ടപ്പെട്ടു. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു കൺസെപ്റ്റ് വെച്ച് നമ്മൾ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ചിന്തിക്കും, അല്ലേ. പക്ഷേ ഈ ഒരു വ്യക്തി ചെയ്ത കാര്യം എന്താ? 10ാം ക്ലാസ് എഴുതി, കിട്ടിയില്ല. എഴുതി പരീക്ഷയ്ക്ക് അദ്ദേഹത്തെ മടുക്കുന്ന അത്രയും എഴുതിയിട്ട് 56ാം തവണ, അതായത് ഒരു ഹാഫ് സെഞ്ച്വറിയും കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ആ 10ാം ക്ലാസ് പരീക്ഷ ക്രാക്ക് ചെയ്യുന്നത്, അല്ലേ. അപ്പോൾ നമ്മുടെ ലൈഫിലും പല സമയങ്ങളിലും പല വിഷയങ്ങളിലും പല സാഹചര്യങ്ങളിലും നമുക്ക് ചില തോൽവികളും ചില പരാജയങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അവിടെ നമ്മൾ അടങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല. ആ തോൽവിയുടെ കാരണം കണ്ടെത്തി അതിനെ മറികടക്കാനുള്ള പുതിയ ടെക്നിക്കുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാന്നുള്ള. ഇവിടെ ഞാൻ പറഞ്ഞു, 48 അറ്റംപ്റ്റ് നടത്തിയ അദ്ദേഹം 48ാമത്തെ അറ്റംപ്റ്റിൽ നിന്നും വേറൊരു ചേഞ്ച് ചെയ്തു, അല്ലേ. അതായത് അതുവരെ നടത്തിയ സ്റ്റേറ്റ് ബോർഡ് എക്സാമിൽ നിന്നും ഓപ്പൺ ബോർഡ് എക്സാമിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി മാറ്റി അതിൽ നിന്നും വീണ്ടും ഒരു 5, 6, 7 അറ്റംപ്റ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ 10ാം ക്ലാസ് പരീക്ഷ പാസ്സായി എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് ലിവിങ് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളെ പരിചയപ്പെടാനുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇദ്ദേഹത്തെ അറിയാം, അല്ലേ, തോമസ് ആൽവ എഡിസൺ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ബൾബ് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ ബാല്യം പറയുകയാണെങ്കിൽ, ദിസ് സ്റ്റുഡൻറ്റ് ഈസ് എ ഫൂൾ, ഹി കാൺ ലേൺ എനിത്തിങ്. ഇവനൊരു വിഡ്ഢിയായ കുട്ടി, ഒന്നും പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയപ്പോൾ സ്വന്തം അമ്മയാണ് ആ കുട്ടിയെ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്നത്. ശേഷം ഇന്ന് അദ്ദേഹം ബൾബ് കണ്ടുപിടിച്ച ഒരാളായി നമ്മൾ അദ്ദേഹത്തെ പ്രശംസിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഐ ഫൗണ്ട് 10,000 ഡിഫറെൻറ്റ് വേയ്സ് ഹൗ എ ബൾബ് കാൻ ബി ബ്ലോൺ. ഒരു ബൾബ് കത്തിക്കാൻ പറ്റാത്ത 10,000 വഴികളെ മനസ്സിലാക്കി. അതല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഒരു ബൾബ് കത്തിക്കാൻ പറ്റുന്ന 10,000 സ്റ്റെപ്പുകൾ ഞാൻ പഠിച്ചെടുത്തു എന്നാണ്. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അന്ന് 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയ ആ ടീച്ചറെ മക്കളൊക്കെ ഇന്ന് പഠിക്കുന്നത് അന്നെന്നോ ഇദ്ദേഹം കണ്ടുപിടിച്ച ആ ബൾബിൻ്റെ വെളിച്ചത്തിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ്, അല്ലേ. അപ്പുറത്തൊരാളെ കാണാൻ പറ്റും, JK റൗളിംഗ്. പരിചയമുണ്ട് ഇദ്ദേഹത്തെ? ഉണ്ട്. മുത്തശ്ശി കഥകളെ പോലും തോൽപ്പിക്കുന്ന ഹാരി പോട്ടർ കഥകൾക്ക് പിന്നിലെ ഈ ഒരു മഹത് വ്യക്തിത്വമാണ്. ആ ഹാരി പോട്ടർ കഥകൾക്ക് പിന്നിൽ വലിയ ത്യാഗത്തിൻ്റെ കഥയുണ്ട്.
അവരുടെ ആ ഒരു ചെറുപ്രായത്തിൽ കഥ എഴുതി തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു. ശേഷം വിവാഹമോചിതയായി ഒരു കുട്ടിയുണ്ടായി. കുട്ടിയെ പോറ്റാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ കഷ്ടപ്പെട്ട് അവർ ആ പുസ്തകം മുഴുവൻ എഴുതിയിട്ട് 12 പ്രസാധകർ ആ പുസ്തകത്തെ റിജക്റ്റ് ചെയ്തു. 12 ലോങ് റിജക്ഷൻസ്. ആ 12 റിജക്ഷന് ശേഷം 13ാമതൊരാൾ ആ പുസ്തകം പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇന്ന് ലോകത്തിലെ അതിസമ്പന്നരുടെ കൂട്ടത്തിൽ ഒരുപാട് ഹാരി പോട്ടർ സീരീസുകൾ ഇറക്കിയ നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട ഹാരി പോട്ടർ സിനിമകളുടെയൊക്കെ ഭാഗമായി മാറിയ ഈ JK റൗളിങ്ങും ഈ റിജക്ഷൻസിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ JK റൗളിംഗ് ആവട്ടെ, നമ്മുടെ എഡിസൺ ആവട്ടെ, നമ്മുടെ ഇദ്ദേഹമാവട്ടെ, എല്ലാവരുടെയും കഥയിൽ ഒരു പാഠമുണ്ട്. പല സമയങ്ങളിൽ നമ്മൾ തോൽക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തോൽവികൾ നമ്മളെ തേടി വരാൻ സാധ്യതയുണ്ട്. പലയിടങ്ങളിൽ നമുക്ക് റിജക്ഷൻസ് വരാനുള്ള സാധ്യത ഏറെയാണ്. പക്ഷേ അവിടെയൊന്നും തോറ്റു കൊടുക്കാനുള്ള മനസ്സില്ല എങ്കിൽ നമുക്ക് ഫേസ്ബുക്കിൻ്റെ പ്രിയപ്പെട്ട സുക്കൻബർഗിനെ പോലെ, ആലിബാബയുടെ ജാക്മയെ പോലെ, എലോൺ മസ്കിനെ പോലെ, വാരൻ ബഫറ്റിനെ പോലെ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സ്റ്റീവ് ജോബ്സിനെ പോലെ നമുക്ക് തോൽക്കാൻ മനസ്സില്ല എങ്കിൽ ജയിക്കാനുള്ള വഴികൾ നമുക്ക് മുമ്പിൽ ഒരുപാടുണ്ടാവും. നമ്മുടെ ഒരുപാട് വഴികൾ അടയുമ്പോഴും പുതിയ വഴികൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടും എന്നൊരു വലിയൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടെങ്കിൽ 70ാമത്തെ വയസ്സിലെന്നല്ല 100ാമത്തെ വയസ്സിലാണെങ്കിലും 10ാം ക്ലാസ് പാസ്സാവാനും, 70ാമത്തെ വയസ്സിലെന്നല്ല നിങ്ങളുടെ ഈ പ്രായത്തിലാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയരങ്ങളിലേക്ക് എത്തിപ്പിടിക്കാനും ആർക്കും സാധിക്കണമെങ്കിൽ ആകെ ആവശ്യമുള്ളത് അതിനുള്ളൊരു കോൺഫിഡൻസാണ്, അതിനുള്ള മൈൻഡ് സെറ്റാണ്. താങ്ക് യു.